ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നോമ്പിൻ്റെ അടുത്ത സ്പെഷ്യൽ വിഭവങ്ങളായിട്ടാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും പറയുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെ കടുമ്പ് എന്ന് പറയും, ഓരോ നാട്ടിൽ കുഞ്ഞിപ്പത്തിരി എന്ന് പറയും. അപ്പോൾ ഇതിൽ എന്തൊക്കെ റെസിപ്പീസ് ആണ് ചേർത്തേന്നുള്ളത് ഉമ്മ പറഞ്ഞു തരും. ഓരോരുത്തർക്കുള്ള അളവിനനുസരിച്ചാണല്ലോ, അതുകൊണ്ട് നമ്മൾ അളവ് കാണിക്കാനത്. ഉമ്മ ഇതിൽ എന്തൊക്കെ ഞാനധികം അരച്ചിട്ടാണ് ഉണ്ടാക്കല്. അരി ഇങ്ങനെ കുതിർത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും നീരുള്ളിയും പിന്നെ വലിയ ജീരകം ഇടും. എന്നിട്ട് കടഞ്ഞ് ഉണ്ടയാക്കിയിട്ട് എടുത്തിട്ട് അത് കൈവെള്ളയിൽ വെച്ച് പരത്തലാണ്. ഇത് നമ്മൾ പൊടിയാണ്. ഈ പൊടിയിലേക്ക് നമ്മൾ തേങ്ങ ഇതേപോലെ എടുത്ത് ഉള്ളിയും പെരുംജീരകത്തിട്ട് അരച്ചിട്ട് ഒരു ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നല്ല ഒരുപാട് മെതിയണ്ട, കുറച്ച് ഒതുക്കിയിട്ട് ഈ പൊടിയിലേക്ക് കൂട്ടിയിട്ട് പൊടി കുഴച്ചിട്ട് ഇത് ഉരുളകളാക്കി ഇത് അവിടെ ആക്കും. ആ ഉരുളകളാക്കി ചെറുതെടുത്തിട്ട് കൈവെള്ളയിൽ ബോൾസ് ആക്കിയിട്ട് ഒരു നെക്ക് നടുക്കുക. ഇതുപോലെ നമ്മൾ രണ്ടാളും കൂടി ആക്കി വെച്ചതാണിത്. കറി വെച്ചാൽ കോഴിയോടും ഉണ്ടാക്കാം, ചിലവർ ബീഫോട് ഉണ്ടാക്കുന്നുണ്ട്. ചിക്കനാണ് അധികം നമ്മൾ ഉണ്ടാക്കല്. ചിക്കൻ ഇതേപോലെ പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം വാട്ടിയിട്ട് അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും ഇട്ട് ചിക്കനും ഇട്ടിട്ട് അത് കുറച്ച് മാത്രമേ വെള്ളം കൂട്ടും. അത് വേവിച്ചിട്ട് വെക്കും. അതിലേക്ക് തേങ്ങയും പെരുജീരകവും അതിലേക്കെല്ലാം ഇപ്പോൾ ഇതിലിട്ട എല്ലാ മസാലയും ഞാൻ വറുക്കുന്ന തേങ്ങയിലേക്ക് ഇടും. അതിനുശേഷം അത് അരച്ചിട്ട് അതിലേക്ക് എടുത്തു പോകും. ലാസ്റ്റ് അത് കറിയിലേക്ക് ഇത് ആവിയിൽ വേവിച്ച ഇത് കറിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി റെഡിയായി. ഇതിപ്പോൾ നമ്മൾ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി ഇപ്പോൾ എല്ലാവർക്കും ഓരോ ഫ്ലേവേഴ്സ് ആണല്ലോ. നമ്മളിനി ഇത് പുഴുങ്ങാൻ വെക്കും. അപ്പോൾ ആവി ചെമ്പ് വെച്ചിട്ടുണ്ട്. നമ്മളിത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. വെച്ചിട്ട് അടച്ചു വെക്കാം. ഒരു 10-20 മിനിറ്റ് അതിൻ്റെ ഇടയിൽ തുറന്ന് നോക്കാം. പിന്നെ വെന്തോ ഒന്ന് തുറന്ന് നോക്കിയിട്ട് 10-20 മിനിറ്റ് വെക്കാം. അതിൻ്റെ വെന്ത് കഴിഞ്ഞാൽ എടുത്തിട്ട് ബാക്കി അപ്പോൾ നമുക്കിനി ഇതിൽ അരപ്പ് കൂട്ടാനുണ്ട്. ഇത് ജസ്റ്റ് മസാല ഇട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്ക് തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കടുമ്പ് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. കുഞ്ഞിപ്പത്തിരി ഓർ കടുമ്പ്. ഇതൊന്ന് വേറെ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കും. ഇതിലോട്ട് ഇനി അടത്തിയിടും. ഇത് ഇങ്ങനെ മാറ്റി വെച്ചിന് കറി കുറച്ച്. ഇപ്പം ഒരുപാട് കറി അധികമായി കൊണ്ടാറുണ്ട്. പിന്നെ അത്താഴത്തിനേക്ക് നമുക്ക് ഉപയോഗിക്കാം. അതിങ്ങനെ അടത്തിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. എന്നിട്ട് തീമ വെച്ചിട്ട് ഈ കയ്യിൽ മാറ്റണം. നമ്മളെ വേറെ കയ്യിൽ ഇതിടുന്നത് ശേഷം ഇതിലേക്ക് വെക്കും. ചെറിയ തീ വെച്ചിട്ട് ഇളക്കും. ഇത് ഇങ്ങനെ ഇതിൽ പിടിക്കണം. ഈ കടുമ്പിലേക്ക് ഈ കറിയെല്ലാം ഇങ്ങനെ പിടിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെല്ലാം നല്ല കിറങ്ങി ചെയ്തിട്ട് പണ്ടുള്ള ആൾക്കെല്ലാം ഒരേ നമ്മൾ ഉണ്ടാക്കലുണ്ട് ഇത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് വേണ്ടല്ല. ആർക്കും നമ്മ ഉപയോഗിക്കും പോലെ ഇവർക്കൊന്നും അത്ര ഇഷ്ടമല്ല ഇത്. പണ്ടുള്ള നല്ല ഭക്ഷണങ്ങൾ.
ഇത് ഇങ്ങനെ കുറുങ്ങിങ്ങനെ ഇതിലേക്ക് ഈ ചാറ് ഇതെല്ലാം കുറച്ച് ഇങ്ങനെ ആയിട്ട് പിടിച്ച് തന്നാൽ നല്ല ടേസ്റ്റ്. നല്ല കുഞ്ഞിപ്പത്തിരിയും ചിലയിടത്ത് പറയും, ചിലയിടത്ത് ഇത് കടുമ്പ്, നമ്മളധികം കടുമ്പ് തന്നെ പറയും. കടുമ്പ് തന്നെ പറയും. ചിലയിടത്ത് കുഞ്ഞിപ്പത്തിരി എന്ന് പറയും. ചില ഭാഷ ഓരോ ജില്ലയിലെ ഭാഷ വ്യത്യസ്തമായ ഭാഷ. ഇപ്പൊ കറി ഇതിലേക്കായിട്ട് മിക്സ് ആവട്ടെ. ഇനി ഇതിൽ ഇങ്ങനെ പിടിക്കും ഈ മാംസവും ഈ കോഴിയും കറിയും എല്ലാം കടലിലോട്ട് ഇങ്ങനെ കുടിക്കണം. ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാവും. അത് വിളമ്പുമ്പോൾ നല്ല കറി വേറായിട്ട് കിട്ടില്ല. അപ്പൊ ഗൈസ് നമുക്ക് ഇത് മേനുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. മേനു ഇപ്പൊ തിന്നോക്ക്. നല്ല ഉമ്മടുത്ത് പറ അഭിപ്രായം. സൂപ്പർ. ഉമ്മ വാ. നല്ലുണ്ട്, നല്ല കുടിച്ചല്ലേ, അപ്പൊ നല്ല രസമുണ്ട്. മെൽട്ടാണോ നീ ഒന്നില്ലേ? ഞാൻ തിന്നുണ്ട്. നീ ഒന്നില്ലേ? വാ ഞാൻ തിന്നുണ്ട്. വാ. ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കഴിക്കാം. ചെല്ലേ പറ. മടുത്ത് പറയാൻ നല്ലുണ്ടെന്ന്. അടിപൊളിയുണ്ട്, സൂപ്പർ. അപ്പോൾ ഗൈസ്, സഫു നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ അമ്പതിൻ്റെ പേര് ചിക്കൻ കടുമ്പ്. ഞാൻ മറന്നുപോയതാണ്, എനിക്കറിയാം. ഇന്ന് ഉണ്ടാക്കിയ ചിക്കൻ കടുമ്പ്. ഇവിടുത്തെ ഭാഷ ഇത് എല്ലായിടത്തും എന്താന്നാവും. അപ്പൊ നിങ്ങളെ നാട്ടിൽ ഈ സാധനം അതായത് ഉണ്ടാക്കുന്ന സെയിലിൽ നിങ്ങൾ കണ്ടല്ലേ, എന്താണ് നാട്ടിൽ പറയല്? അതിന്റെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്താ നമുക്ക് ആ പേരറിയാം. കാരണം ഉള്ളി, സബോള അങ്ങനെയെല്ലാം നമുക്ക് അറിഞ്ഞുകൊണ്ട്, സബോള എല്ലാം അറിഞ്ഞുകൊണ്ടൊരു നമുക്കൊരു അറിവുകളായി. അപ്പം അതേപോലെ ഇതിനെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് അറിയാൻ താല്പര്യം ഉണ്ടായതുകൊണ്ട് അതേപോലെ സഫു കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം എനിക്ക് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാണ്. ഒന്നും പറഞ്ഞില്ല നീ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ മേലെ റിവ്യൂ കൊടുത്തോണ്ട് പിന്നെ അത് വിട്ടുപോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. കറിയൊക്കെ നല്ല ഇതിലായിട്ട് അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നുണ്ട്. ഇറച്ചിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ടാറ്റാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ടും ഈ അടുത്ത് എന്തായാലും വരും. അപ്പോൾ ഓക്കെ, ബൈ.